സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മതവിഭാഗത്തിന് മാത്രം പരിഗണന. 4 തവണ അധ്യക്ഷന്മാർ മാറിയിട്ടും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ആർക്കും പരിഗണനയില്ല. സ്ത്രീ സമൂഹത്തോടും അവഗണന. മുസ്ലിം പ്രീണനത്തിന് തെളിവായി വിവരാവകാശ രേഖകൾ. ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് ചേരുകയാണ്. വിനീഷ്, ന്യൂനപക്ഷ പ്രീണനത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള കൃത്യമായ തെളിവ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖകളിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണോ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് വലതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാലാകാലങ്ങളായി ന്യൂനപക്ഷ പ്രീണനമാണ്. അത് ഒരു മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, മുസ്ലിം മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ന്യൂനപക്ഷ പ്രീണനം സംസ്ഥാനത്ത് നടക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആ വിവരാവകാശ രേഖകളിൽ തന്നെ സൂചിപ്പിക്കുന്നതും അത്തരത്തിലാണ്. 2013 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം കുറിച്ചതിന് ശേഷം 4 തവണ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു തവണ പോലും ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ക്രിസ്ത്യൻ, മുസ്ലിം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർക്കാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള അധികാരം സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 4 തവണ 2013 മുതൽ ഇതുവരെ നോക്കുമ്പോൾ 4 തവണ അധ്യക്ഷ സ്ഥാനം മാറുമ്പോൾ ആ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെടുന്നവർ. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഒരു ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം തന്നെയാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു മതവിഭാഗത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റൊരു മതവിഭാഗത്തിന് കൂടുതൽ സ്വാധീനം നൽകുന്ന തരത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് ആ വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. 2016 19 പി.കെ. ഹനീഫയാണ് ആദ്യത്തെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനാകുന്നത്. 2013 വിരാൻകുട്ടിയായിരുന്നു. അതിനുശേഷമാണ് 2016 19 പി.കെ. ഹനീഫ സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനാകുന്നത്. തുടർന്ന് 2023 മുതൽ അഡ്വക്കേറ്റ് എ. അബ്ദുൾ റഷീദ് അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു. വി ജോഷിയും ബിന്ദു തോമസും റോസയും ഒക്കെ കമ്മീഷൻ അംഗങ്ങളായി ഉണ്ടെങ്കിൽ പോലും അവരെ ആരെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീവിരുദ്ധ മതപ്രീണന നിലപാടാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വിവരാവകാശ രേഖകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്ത് ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങൾ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അംഗങ്ങളെ നിയോഗിക്കുന്ന സമയത്തേക്ക് ആ പരിഗണനയിലെല്ലാം വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ പല മതവിഭാഗങ്ങളുണ്ട്. അത് മുസ്ലിം മതവിഭാഗം മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗം മാത്രമല്ല, മറ്റു പല മതങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മതത്തിന് മാത്രം പരിഗണന നൽകുന്നു. മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനമാനങ്ങളാണ് അവർക്ക് നൽകുന്നത്. അത് വിനീഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ കോഴിക്കോടും മലപ്പുറത്തും അടക്കം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലൊക്കെ അടക്കം കൂടുതൽ ഗൗരവത്തോടെ വിലയിരുത്തിയതും ചർച്ച ചെയ്തതുമാണ്. അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ അത് തന്നെയാണ് കൃത്യമായി CPM സർക്കാർ നടത്തുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എൻ ബ്ലോക്ക് വോട്ട് രാഷ്ട്രീയം അത് പൂർണ്ണമായും CPM-ലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പിണറായി സർക്കാരിന് ആക്കം കൂട്ടുന്നത്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരെ പോലും അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് മാത്രം പരിഗണിക്കുന്നത്. 2013 ഈ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമാകുമ്പോൾ പ്രധാനമായും ഉയർന്നു വന്ന അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രബലരായ ന്യൂനപക്ഷം എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ്. മറ്റ് ബുദ്ധമതസ്ഥരും പാഴ്സി മതസ്ഥരും അങ്ങനെയൊക്കെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംസ്ഥാനത്ത് ചെറിയ തോതിലെങ്കിലും ഉണ്ടെങ്കിൽ പോലും പക്ഷേ എടുത്തു പറയേണ്ടത് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തെയാണ്. 2013 ഈ ഒരു കമ്മീഷൻ രൂപീകൃതമായി ആദ്യം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് വിരാൻകുട്ടി എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയാണ്. അതിനുശേഷം 2016 19 പി.കെ. ഹനീഫ ഈ ഒരു പദവി വഹിക്കുന്നു, അധ്യക്ഷ സ്ഥാനം. 2023 മുതൽ അഡ്വക്കേറ്റ്
എ അബ്ദുൾ റഷീദ് അധ്യക്ഷനായി ഈ സ്ഥാനത്തേക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മറ്റൊരു മതവിഭാഗത്തിലുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ തഴയുന്ന ഒരു സമീപനം തന്നെയാണ് ഈ ന്യൂനപക്ഷ കമ്മീഷനിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം എടുത്തു പറയേണ്ടത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് ഈ ഒരു ന്യൂനപക്ഷ കമ്മീഷനിൽ പ്രധാനമായും സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ആരെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായിരുന്നാലും ഇവിടെയും ശ്രദ്ധേയമാകുന്ന വസ്തുത ഈ സ്ത്രീ സമൂഹത്തോടുള്ള അവഗണന. ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയും ഇതുവരെയും വന്നിട്ടില്ല. അവിടെയും നമുക്കറിയാം ഈ മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ വനിതകളെ, സ്ത്രീകളെ ഒരു രണ്ടാം നിരക്കാരായി പരിഗണിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പരിപാടികളിലായി കഴിഞ്ഞാലും മതപരമായ പരിപാടികളിലായി കഴിഞ്ഞാലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്ന ഒരു സമീപനം അവർക്കുണ്ട്. അത് തന്നെയാണ് ഈ സ്ത്രീ സമൂഹത്തോടുള്ള അവഗണനയിലൂടെ വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി പുലർത്തുന്ന ഒരു വിഭാഗത്തിന്, ഒരു മതവിഭാഗത്തിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകുന്നു എന്നും വ്യക്തമാണല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അസംഘടിതരായ ഈ ന്യൂനപക്ഷ സമൂഹത്തെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്ക് ആ മേഖലകളിലെ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകുക, അവരുടെ പഠനത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ബൃഹത് പദ്ധതി ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിനെയാണ് ഇവിടെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിന് മാത്രം നൽകുന്ന ഒരു സമീപനം, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന് മാത്രം അത്തരത്തിൽ പ്രീണന രാഷ്ട്രീയം സംസ്ഥാന സർക്കാർ കളിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത് വിവിധ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ മതവിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ ഇടയിൽ നിന്ന് പോലും ഇത്തരം ചോദ്യങ്ങൾ നിലവിൽ ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സുരേഷ്.